ഹലോ പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ, നമ്മുടെ ബോട്ടണി എക്സാം കഴിഞ്ഞിക്കണ്. അതിന് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മക്കളെ. ഇന്നലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഫിസിക്സ് എക്സാം പോലെ ആകില്ല ബോട്ടണി എക്സാം എന്നുള്ളത്. ഞാൻ പറഞ്ഞ വാക്ക് ഏകദേശം ഞാൻ പാലിച്ചിട്ടുണ്ട് മക്കളെ. ബോട്ടണി അത്ര എളുപ്പമാണെന്ന് ചോദിച്ചാൽ അല്ല, അത്ര സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ അല്ല, രണ്ടിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പേപ്പറാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസാ. ഏതോ NCERT-യിലെ ലൈൻ ബൈ ലൈൻ അറിയാവുന്ന ഏതോ ഒരു ടീച്ചറാ മക്കളെ പേപ്പർ ഇട്ടേക്കണത്. എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ, അത് NCERT-യിലുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതെടുത്ത് പരീക്ഷയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ലിമിറ്റേഷൻ ഓഫ് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ, NCERT ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷനിൽ രണ്ടാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ കിടക്കുന്ന സെന്റൻസാ, അതെടുത്തിട്ടുണ്ട്. നീറ്റ് എക്സാമിനൊക്കെ നമ്മളത് പഠിപ്പിക്കാറുള്ളത്. പിന്നെ R വാല്യൂവിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇതൊക്കെ ഈ വട്ടത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം സിമ്പിൾ ആണ്. നമുക്ക് നേരത്തെ കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യനുകൾ തന്നെ. A+ ഒക്കെ വാങ്ങിക്കാൻ, ഈ എക്സാമിന് A+ ഒക്കെ വാങ്ങിക്കാൻ നല്ല സുഖമാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ കൊല്ലത്തെ പോലെയൊക്കെ, കഴിഞ്ഞ കൊല്ലൊക്കെ ആണെങ്കിൽ വെറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചൊരു എക്സാം 2024 ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ. ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആകുന്നുണ്ട്, ഓരോ കൊല്ലവും കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ആകുന്നുണ്ട്. അപ്പൊ മെയിൻ എക്സാം നിങ്ങൾ പഠിക്കുമ്പോൾ NCERT-യിലെ എല്ലാ ലൈനും നോക്കി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ എക്സാമിൽ നിന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. NCERT-യിലെ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം മക്കളെ. നമുക്ക് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ എഴുതി കഴിഞ്ഞാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കാറില്ല, ബോധേഡാകാറില്ല, ആൻസർ നോക്കിയിട്ട് ടെൻഷൻ ആകാൻ താല്പര്യമില്ലാത്ത കൂട്ടരൊക്കെ കാണും. എന്നാൽ നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു പോയി നോക്കാം. പാടാം. ഒന്നാമത്തത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. നെയിം ദ എൻസൈം വിച്ച് കട്ട് ഡബിൾ സ്റ്റാൻഡ് DNA സ്പെസിഫിക് സൈറ്റ്. ചില സ്ഥലങ്ങളിൽ വെച്ച് DNA കട്ട് ചെയ്യുന്ന എൻസൈം അത്. എന്റെ പൊന്നു പോലെ, DNA കട്ട് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താ? DNA കട്ട് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് മക്കളെ എന്ത്? റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ് DNA കട്ട് ചെയ്യുക. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ട്, റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസുകൾ ഉണ്ട്. ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് ഏതാ? എൻഡോന്യൂക്ലിയസുകളാണ് കേട്ടോ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷം എന്താ പറ്റുക? ഒവ്യൂളിന്റെ ഇന്റഗ്യുമെന്റ്സ് എന്തായി മാറും? ഒവ്യൂളിന്റെ കവറിംഗ് ആണ് ഇന്റഗ്യുമെന്റ്. ഫെർട്ടിലൈസേഷന് ശേഷം ഒവ്യൂൾ എന്തായി മാറും? സീഡായിട്ട് മാറും. അപ്പോൾ ഒവ്യൂളിന്റെ കവറിംഗ് എന്തായിട്ട് മാറും? സീഡിന്റെ കവറിംഗ് ആയിട്ട് മാറും. സീഡിന്റെ കവറിംഗിന്റെ പേരെന്താ? സീഡ് കോട്ട് എന്നാ വിളിക്കുക. സീഡിന്റെ കവറിംഗിന്റെ പേരെന്താ? സീഡ് കോട്ട്. അപ്പൊ ഇന്റഗ്യുമെന്റ്സ് എല്ലാം സീഡ് കോട്ടായിട്ട് മാറും. അറിയുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. അടുത്തത് ഗോൾഡൻ റൈസ് എന്താ മക്കളെ? ന്യൂട്രിയന്റ്, വൈറ്റമിൻ A കൂടുതലുള്ള റൈസ. ബയോടെക്നോളജിന്റെ വൺ ഷോട്ടിലും ബയോടെക്നോളജി ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ യൂസ് പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചതാ, ന്യൂട്രിയന്റ് വാല്യൂ കൂടുതലായിരിക്കും ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റിന്. എക്സാമ്പിൾ ഗോൾഡൻ റൈസിന്റെ ഉള്ളിൽ ഏത് ന്യൂട്രിയന്റ് ആണ് കൂടുതലായിട്ടുള്ളത്? ഏത് ന്യൂട്രിയന്റ് മക്കളെ കൂടുതലായിട്ടുള്ളത് ഗോൾഡൻ റൈസിൽ? വൈറ്റമിൻ A ആട്ടോ. വേറെ വൈറ്റമിൻ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. ഇതൊന്നും എഴുതി വെക്കല്ലേ. വൈറ്റമിൻ A ആണ് കൂടുതൽ. ഗോൾഡൻ റൈസിൽ കൂടുതൽ വൈറ്റമിൻ A ആണ്. അടുത്ത, ഡ്യൂറിങ് ദ പ്യൂരിഫിക്കേഷൻ, DNA പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ആ കെമിക്കൽ ആഡ് ചെയ്താലേ നമുക്ക് DNA പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ പറ്റൂ. ആ കെമിക്കലിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഏത് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് DNA പ്രസിപ്പിറ്റേറ്റ് ആക്കുക മക്കളെ? ചിൽഡ് എഥനോൾ. ഏതാ? ഉറക്കപ്പറ. തണുത്ത എഥനോൾ ആഡ് ചെയ്താലേ DNA പ്രസിപ്പിറ്റേറ്റ് ആകൂ. എന്നിട്ട് നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്യും. അതിന്റെ പേരാ സ്പൂളിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ചിൽഡ് എഥനോൾ എന്ന് പറഞ്ഞാൽ തണുത്ത എഥനോൾ എന്നാട്ടോ അർത്ഥം. അടുത്ത മക്കളെ, ഈ രണ്ട് ഡെഫിനിഷൻ തന്നിട്ട് എൻ്റെ ആ ടേമുകൾ ഏതാന്ന് പറയണം. ഡെഫിനിഷൻ വായിച്ചിട്ട് അത് ഓരോന്നും ഏത് ടേമാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയട്ടെ. മെത്തേഡ് ഓഫ് സൈലൻസിങ് സ്പെസിഫിക് mRNA സൈലൻസ് ആക്കുന്നു. പേര് തന്നെ ഉണ്ട്, RNA സൈലൻസ് ആക്കുന്നു. RNA സൈലൻസ് ആക്കുന്നതിന്റെ പേരെന്താ? RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNA സൈലൻസിങ് എന്നാ വിളിക്കാം. RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNA സൈലൻസിങ്. ഒരു mRNA സൈലൻസ് ആക്കുന്നു ബൈ കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ആ RNA പോയിട്ട് ബൈൻഡ് ചെയ്യും. ഈ mRNA ട്രാൻസ്ലേഷൻ പ്രിവെന്റ് ചെയ്യും. ഏത് ടെക്നിക്കാ? RNA ഇന്റർഫറൻസ് അല്ലെങ്കിൽ RNA സൈലൻസിങ് എന്നാ വിളിക്കുക. അടുത്ത പറ. എ കളക്ഷൻ ഓഫ് മെത്തേഡുകളുടെ കൂട്ടം. അതെന്ത് ചെയ്യുന്നു? കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫെക്ട്. ഒരു ജീനിന് പ്രശ്നം വന്നിരിക്കട്ടെ, ആ ജീനിന്റെ പ്രശ്നത്തെ മാറ്റാൻ ഒരുപാട് മെത്തേഡ് ഉപയോഗിക്കും. ആ മെത്തേഡിന്റെ പേരെന്താ മക്കളെ?
ജീൻ തെറാപ്പി. ആ മെത്തേഡുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഏത്? ജീൻ തെറാപ്പി എന്ന് വിളിക്കുക. ജീൻ തെറാപ്പിന്റെ ഡെഫിനിഷനും ആർന്ന ഇന്റർഫറൻസിന്റെ ഡെഫിനിഷനുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? ഡെഫിനിഷനുകൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പോലെ എക്സാം എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. കഴിഞ്ഞ ഫിസിക്സിന്റെ എക്സാമിലാണെങ്കിൽ കുറെ ഡെഫിനിഷനാണ് ചോദിച്ചത്, ആരും പ്രതീക്ഷിക്കാതെ. ഇതും കണ്ടോ, കുറെ ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. ആർന്ന ഇന്റർഫറൻസിന്റെ ഡെഫിനേഷൻ എന്താ? ജീൻ തെറാപ്പിന്റെ ഡെഫിനേഷൻ എന്താ? ഇവിടെ നോക്കേ, ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഡെഫിനേഷൻ എന്താ? കണ്ടോ, ഡെഫിനിഷൻസ് പഠിക്കണം കേട്ടോ. ഏത് എക്സാം ആണെങ്കിലും ഇനി ഡെഫിനിഷൻസ് പഠിച്ച് വെച്ചേക്കണം. എന്താണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജിയിൽ 2 പ്രിൻസിപ്പിൾ ഉണ്ട്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. എന്താ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഒരു ഓർഗാനിസത്തിലേക്ക് ജീൻ കയറ്റിവെക്കുന്നു, അല്ലെങ്കിലോ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ജീൻ എടുത്തു മാറ്റുന്നു. ഒരു ഓർഗാനിസത്തിലേക്ക് ജീൻ കയറ്റിവെച്ചാലോ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ജീൻ എടുത്തു മാറ്റിയാലോ വിളിക്കുന്ന പേരാണ് മക്കളെ ജീൻ തെറാപ്പി. ജനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഇൻസേഷൻ ഓർ എലിമിനേഷൻ ഓഫ് ജീൻ ഫ്രം ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിലേക്ക് ജീൻ കയറ്റിവെക്കുകയോ ഒരു ഓർഗാനിസത്തിന് ജീൻ എടുത്തു മാറ്റുകയോ ചെയ്താൽ എന്തായി? ജനറ്റിക് എഞ്ചിനീയറിംഗ് ആയി. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വന്നപ്പോഴാണ് മക്കളെ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷന്റെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടിയത്. ഇത് നമ്മൾ അങ്ങനെ പഠിപ്പിക്കാതെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യനാണ്. ഞാൻ അവിടെ ചുമന്ന് ഇതിൽ റൗണ്ട് ഇട്ട് വെക്കാം. ഞാൻ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ റൗണ്ട് ഇട്ട് വെച്ചു. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, സത്യം പറയാം, ജെനുവിനായിട്ട് പറയാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ആദ്യം മനസ്സിലാക്കുക, ജനറ്റിക് എഞ്ചിനീയറിംഗ് വന്നപ്പോൾ മുതലാ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനിലെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടിയത്. എന്താണ് സാറേ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ? കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. ട്രഡീഷണൽ പറഞ്ഞാൽ എന്താ? പണ്ട് കാലത്തുള്ള. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 പ്ലാന്റിനെ കൂട്ടിച്ചേർക്കുന്നു. പണ്ട് കാലത്ത് 2 പ്ലാന്റുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഏത്? ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എൻ്റെ 2 പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റിന് നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, എ ക്യാരക്ടർ എന്നാ വിളിക്കുക. ഈ പ്ലാന്റിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിന്റെ എന്താ? ബി ക്യാരക്ടർ എന്നാ വിളിക്കുക. നമ്മൾ ഇതിനെ കൂട്ടി ഇത് രണ്ടും ചേർത്ത് വെച്ചു, ചേർത്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കി. ഇത് പുതിയ പ്ലാന്റ് എന്തിനാ ഉണ്ടാക്കിയേ? ഇവന്റെ എ പ്ലാന്റും ആ പ്ലാന്റ്, ഇവന്റെ എ ക്യാരക്ടറും ആ പ്ലാന്റ് കിട്ടണം, ഇവന്റെ ബി ക്യാരക്ടറും ആ പ്ലാന്റ് കിട്ടണം എന്ന് കരുതിയാണ് 2നെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞ് എയും ബിയും ആ പുത്തൻ പ്ലാന്റിൽ വരണമെന്ന് ഒരു നിർബന്ധമില്ല. എപ്പോഴും നിർബന്ധം അല്ലാത്ത അറിയുമോ? ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ. ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനിൽ മനുഷ്യന്മാർ പണ്ട് കാലത്ത് 2 പ്ലാന്റിനെ എടുത്തു, സെക്ച്വറി പ്രശ്നങ്ങൾ നടത്തി. സെക്ച്വറി പ്രശ്നം നടത്തുമ്പോൾ ആ ഉണ്ടാകുന്ന പുതിയ കുട്ടിയിൽ പഴയ 2 പേരന്റ് പ്ലാന്റിന്റെ അതേ ക്യാരക്ടർ ഉണ്ടാകണം. നമുക്ക് വാച്ച് പിടിച്ചാൽ നടക്കണ പരിപാടിയല്ല. ഇവന്റെ എ ക്യാരക്ടർ ഇവന് കാണും, ഇവന്റെ ബി ക്യാരക്ടർ ഇവന് കാണും. ഈ പുത്തൻ പ്ലാന്റിൽ എയും ഉണ്ട് ബിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കണമെന്നില്ല ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനിൽ. എന്നാൽ ഇവന്റെ കയ്യിലുള്ള എ ക്യാരക്ടറും ഈ പ്ലാന്റിന്റെ കയ്യിലുള്ള ബി ക്യാരക്ടറും രണ്ടും ഈ കുട്ടിയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അവിടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തിയാൽ മതി. ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തിയാൽ ഇഷ്ടമുള്ള ക്യാരക്ടറുകൾ കുട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ആ അമ്മേന്റെയും അച്ഛന്റെയും ഉള്ള ക്യാരക്ടർ അതേപടി മക്കളിലേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം മിയോസിസ് നടക്കുന്നുണ്ട് അവിടെ. എന്നാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തിയാലോ എ ക്യാരക്ടറും ബി ക്യാരക്ടറും കറക്റ്റ് കുട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എന്താ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത? പോരായ്മ എന്താ സാറേ? അൺഡിസേബിൾ ക്യാരക്ടർ ആയിരിക്കും മക്കളിലേക്ക് വരിക. അൺഡിസേബിൾ, നമുക്ക് ആവശ്യമില്ലാത്ത ക്യാരക്ടർ മക്കളിലേക്ക് വരും. ഇവന്റെ എ ക്യാരക്ടറും ഇവന്റെ ബി ക്യാരക്ടറും മക്കളിലേക്ക് കിട്ടണമെന്ന് കരുതി നമ്മൾ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയിരിക്കട്ടെ. ചിലപ്പോൾ ആ പ്ലാന്റിൽ കിട്ടുന്നത് സി ക്യാരക്ടറും ഡി ക്യാരക്ടറും ആയിരിക്കും. നമുക്ക് വേണ്ടാത്ത ക്യാരക്ടർ ആയിരിക്കും, അൺഡിസേബിൾ ക്യാരക്ടർ ആയിരിക്കും പുതിയ കുട്ടിയിലേക്ക് വരിക. എന്നാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തിയാലോ നമുക്ക് ഡിസേറബിൾ ക്യാരക്ടറുകൾ പുതിയ കുട്ടിയിൽ ന്യൂ പ്ലാന്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അൺഡിസേറബിൾ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും എവിടെ? ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനിൽ. നമുക്ക് വേണ്ട ക്യാരക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും കുട്ടിയിൽ. ഏത് വഴി? ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി. ഇവന്റെ എ ക്യാരക്ടർ ഇവനിലേക്ക് വരണം, ഇവന്റെ ബി ക്യാരക്ടർ ഇങ്ങോട്ട് വരണം. എയും ബിയും ക്യാരക്ടർ വരണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്താൽ മതി. ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷനിൽ എയും ബിയും വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കണ പരിപാടിയല്ല. ചിലപ്പോൾ സിയും ഡിയും ഇയും ഒക്കെ ആയിരിക്കും വരിക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ കുട്ടിയിലേക്ക് വരണമെങ്കിൽ, ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ പുതിയ ജനറേഷനിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കും മക്കളെ. അപ്പൊ എന്താ ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷന്റെ പോരായ്മ എന്താ? അൺഡിസേബിൾ ക്യാരക്ടർ കൂടെ എക്സ്പ്രസ് ആകുന്നു. അതിനെ പരിഹരിച്ചതാണ് ഏത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ടുവന്നപ്പോൾ മുതൽ ഡിസേബിൾ ക്യാരക്ടർ, നമുക്ക് വേണ്ട നല്ല ക്യാരക്ടർ മാത്രമേ പേരന്റ് പ്ലാന്റിൽ ന്യൂ പ്ലാന്റിൽ പുതിയ കുട്ടികളിൽ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. എന്നാ പറ. പ്രിഡേഷൻ യൂസിൽ ഡെട്രിമെന്റൽ അസോസിയേഷൻ. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ നല്ല അസോസിയേഷൻ അല്ല. ഡെട്രിമെന്റൽ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. പ്രിഡേഷനിൽ എന്താ? പ്രിഡേഷനിൽ പ്രിഡേറ്റർ പ്രേനെ തിന്നുമല്ലോ. ഡെട്രിമെന്റൽ ആണ്, കുഴപ്പമുള്ള ഇന്ററാക്ഷൻ ആണ്, അസോസിയേഷൻ ആണ് പ്രിഡേഷൻ. ഡെട്രിമെന്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുള്ളത്.
സേറ്റിന് 3 പോസിറ്റീവ് റോൾ ഓഫ് പ്രെഡിക്റ്റർ. മക്കളെ, ഞാൻ ഇന്നലത്തെ ലൈവ് എടുത്തപ്പോഴേ, ഇന്നലത്തെ പാതിരാത്രിയിലെ ലൈവ് എടുത്തപ്പോഴേ, ഇന്ന് രാവിലത്തെ റോക്കറ്റ് റിവിഷൻ എടുത്തപ്പോഴേ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്, പ്രെഡിക്റ്ററിന്റെ റോള് പഠിച്ചു വെക്കണം. എന്താ പ്രെഡിക്റ്ററിന്റെ റോൾ എന്ന് പറഞ്ഞാൽ? പ്രെഡിക്റ്ററിന്റെ റോൾ എന്താ? ഇതൊക്കെ എഴുതി വെച്ചാൽ നോക്ക്, ഓർത്ത് നോക്കി ഇതൊക്കെ എഴുതി വന്ന്. കൺട്രോൾ പ്രേ പോപ്പുലേഷൻ. പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യും മക്കളെ. അടുത്തെന്താ മക്കളെ? എനർജി ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യും. എനർജി ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ എന്താ? റിമൂവ് ആംഫുൾ പെസ്റ്റ്. അപകടകാരിയായ പെസ്റ്റിനെ റിമൂവ് ചെയ്യും. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ ആക്രമിക്കുന്ന എന്തു പെസ്റ്റാ മക്കളെ? ചില പ്ലാന്റുകളിലേക്ക് പെസ്റ്റ് വന്ന് ആക്രമിക്കും. ആ പെസ്റ്റിനെ റിമൂവ് ചെയ്യാൻ അതിന്റെ പ്രിഡേറ്ററിനെ യൂസ് ചെയ്താൽ മതി. അപ്പൊ പെസ്റ്റിനെ പ്രിഡേറ്റർ അങ്ങ് തിന്നോളും. പിന്നെ കർഷകന് നല്ലപോലെ കൃഷി വളരാൻ തുടങ്ങും. അപ്പൊ എന്താ? എനർജി ട്രാൻസ്ഫറിനെ സഹായിക്കും സാറേ, പ്രേയിന്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യും സാറേ, പിന്നെന്താ സാറേ? ചില ഹാർംഫുൾ ആയിട്ടുള്ള അപകടകാരിയായ പെസ്റ്റിനെ ഒഴിവാക്കും സാറേ. അടുത്ത് ഈ പ്രേയിനെ തിന്നാൻ പ്രിഡേറ്റർ വന്നാലും അവരങ്ങനെ നിന്ന് കൊടുക്കാറില്ല. അവർ കുറെ ഡിഫൻസ് മെക്കാനിസം, പ്രിഡേറ്ററിനെതിരെ കുറെ പ്രതിരോധ മെക്കാനിസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. റൈറ്റ് 1 എക്സാമ്പിൾ ഫ്രം ആനിമൽ. ഒന്നാമത്തെയാണ് മക്കളെ, കളറ് മാറും. സറൗണ്ടിങ്സിനനുസരിച്ച് കളറ് മാറും, ക്യാമോഫ്ലേജ് കാണിക്കും. അതാരൊക്കെയാ? ഇൻസെക്റ്റുകളും ആനിമൽസും ഒക്കെ ക്യാമോഫ്ലേജ് കാണിക്കും. ആനിമൽസ് അല്ല, സോറി, ഫ്രോഗുകൾ. ഇൻസെക്റ്റും ഫ്രോഗും ഒക്കെ ക്യാമോഫ്ലേജ് കാണിക്കും. പിന്നെന്താ? തോൺസ് ഉണ്ട്, മുള്ളുകളുണ്ട്. എവിടെ? കാക്ടസ്, കള്ളിമുൾച്ചെടിയില്, അക്കേഷ്യയില്. ഇതിലൊക്കെ എന്തുണ്ട് മക്കളെ? അക്കേഷ്യയിലൊക്കെ എന്തുണ്ട്? തോണുകളുണ്ട്. ഇനി ചില ആനിമൽസ് പോയിസണസ് കെമിക്കൽ, വിഷമുള്ള കെമിക്കൽ ഉണ്ടാക്കും. അതിന് എക്സാമ്പിൾ ആണ് കാലോട്രോപ്പിസ്. രണ്ടാമത്തെ ഏതാ സാറേ പറ? മൊണാർക്ക് ബട്ടർഫ്ലൈ. കാലോട്രോപ്പിസ് ആയിക്കോട്ടെ സാറേ, മൊണാർക്ക് ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, ഈ രണ്ട് ചെടികളും പോയിസണസ് കെമിക്കൽ ഉണ്ടാക്കും. അങ്ങനെ അവരുടെ പ്രിഡേറ്ററിനെ ഒഴിവാക്കാൻ നോക്കും. ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസം, ഓരോന്നിൻ്റെ ആനിമൽസിൻ്റെ പേരും എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡയഗ്രാം, മെച്യൂർ എംബ്രിയോൻ്റെ ഡയഗ്രാം, ഇതങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ഇതും സത്യത്തിൽ ഇത് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോൻ്റെ ചിത്രം ഞാൻ പഠിപ്പിച്ചു. എന്നാൽ ഈ ഡയഗ്രാം ഞാൻ ഇൻസിയാറ്റിൽ കാണിച്ചു തന്നിട്ടില്ല. സൈഗോട്ട് എംബ്രിയോ, ഗ്ലോബൽ എംബ്രിയോ ആ ഫ്ലോ ചാർട്ട് പഠിപ്പിച്ചപ്പോൾ ലാസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇതെന്താ? ഈ റീജിയന്റെ പേരാണടാ സസ്പെൻസർ എന്നാ വിളിക്കുക. ഈ റീജിയൻ നമ്മൾ സസ്പെൻസർ എന്നാ വിളിക്കുക. ഓക്കെ, ഈ റീജിയൻ എന്താ? ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. ഇതാ അതിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഇത്. അതിന് നമ്മൾ എന്താ വിളിക്കുക? പ്ലിമ്യൂൾ എന്നാ വിളിക്കുക. സോറി, പ്ലിമ്യൂൾ അല്ല, നേരെ തിരിച്ചാണ്. ഇത് എംബ്രിയോണൽ ആക്സിസിന്റെ അടിഭാഗമാണ് മക്കളെ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? റാഡിക്കിൾ എന്നാ വിളിക്കുക. ഇതാണ് ടോപ്പ് ഭാഗം. ഈ ടോപ്പ് ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കാന്നറിയാമോ? പ്ലിമ്യൂൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? പ്ലിമ്യൂൾ. ഇത് എംബ്രിയോനെ എടുത്ത് തല തിരിച്ച് വെച്ചേക്കാണ് കേട്ടോ ഈ ചിത്രത്തിൽ. പ്ലിമ്യൂൾ എന്നാ വിളിക്കുക. ഇത് രണ്ടുമാണ് അവരുടെ കോട്ടിടൻ. അപ്പൊ ഇത് ഏത് ചിത്രമാ? 2 കോട്ടിനുള്ളതുകൊണ്ട് ഇത് എന്തിന്റെ ചിത്രമാ? ഡൈക്കോട്ട് എംബ്രിയോന്റെ ചിത്രമാ സാറേ. അപ്പം എ എന്ന് പറഞ്ഞാൽ റാഡിക്കിള്, ബി എന്ന് പറഞ്ഞാൽ കോട്ടിലിഡൻ. ബി എന്ന് പറഞ്ഞാൽ ആരാ? കോട്ടിലിഡൻസാ സാറേ. സി എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? പ്ലിമ്യൂളാണ്. ഡി എന്ന് പറഞ്ഞാൽ ആരാ? സസ്പെൻസറുകളാണ്. സസ്പെൻസറുകൾ. ഈ ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെ നമ്മൾ സസ്പെൻസർ എന്ന് വിളിക്കാം. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാ. ഓക്കെ, ഞാൻ പറഞ്ഞ കേട്ടോ. ഓർക്കിഡ് ഷോ ബ്രിവൽഡറിംഗ് ഡൈവേഴ്സിറ്റി ഇൻ ദ ഫ്ലോറൽ പാറ്റേൺസ്, many of which have evolved to attract right pollinator insect and guaranteed pollination. ഓർക്കിഡുകൾ, ഏത് ഓർക്കിഡാ? മെഡിറ്ററേനിയൻ ഓർക്കിഡുകൾ. എക്സാമ്പിൾ ഒഫിറിസുകൾ. അവരുടെ ഫ്ലവറിൽ എന്തോ മാറ്റം വരുത്തും. എന്തിനാ? കറക്റ്റ് ഹണി ബീസിനെ അട്രാക്ട് ചെയ്യാൻ. അതെന്താ മാറ്റം എന്നറിയാം. ഹൗ ഡസ് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഒഫിറിസ് എൻഷുർ ഗ്യാരണ്ടീഡ് പോളിനേഷൻ ബൈ ബീസ്? എന്താ അവർ ചെയ്യുക? ആ ഓർക്കിഡുകൾ അവരുടെ one petal of flower resembles female bee. അവരുടെ ഒരു അവരുടെ ഫ്ലവറിന്റെ ഒരു പെറ്റൽ എന്തിനെ പോലെ കാണുക? ഫീമെയിൽ ബീനെ പോലെ കാണുക. ഫീമെയിൽ ബീനെ പോലെ ഒരു ഫ്ലവറിന്റെ പെറ്റൽ കാണും. അപ്പം മെയിൽ ബി വരും, അവ തമ്മിൽ സ്യൂഡോ കോപ്പുലേഷൻ നടക്കും. അപ്പം നേരെ പോളിനേഷൻ നടന്നോളും. അപ്പം എന്താ പറ്റുക?
മെയിൽ ബി അട്രാക്റ്റഡ് ആകും. മെയിൽ ബി അട്രാക്റ്റഡ് ആയി എന്നിട്ട് എന്താ നടക്കുക മക്കളെ? അവിടെ സ്യൂഡോ കോപ്പുലേഷൻ. എന്താ നടക്കുക? സ്യൂഡോ കോപ്പുലേഷൻ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ലൈവിൽ കൂടെ ഞാൻ പറഞ്ഞതാ. സ്യൂഡോ കോപ്പുലേഷൻ എന്താ? ഓഫറിസുകൾ അവരുടെ ഫ്ലവറിന്റെ ഒരു പെറ്റലിനെ ഫീമെയിൽ ബീനെ പോലെ ആക്കും. അപ്പൊ മെയിൽ ബി വരും, അട്രാക്റ്റഡ് ആകും, സ്യൂഡോ കോപ്പുലേഷൻ നടക്കും, അപ്പോഴാണ് പോളിനേഷൻ നടക്കുക മക്കളെ. അപ്പൊ ഇത്ര ഓർത്താൽ വൺ പെറ്റൽ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു വൺ പെറ്റൽ റിസംബിൾസ് ഫീമെയിൽ ബി. അത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ടത്? എന്തൊക്കെയാണ് ക്ലോണിംഗ് വെക്ടറിന് വേണ്ടത്? പറ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, സെലക്റ്റബിൾ മാർക്കർ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം മക്കളെ. പിന്നെ ഏതാ? സെലക്റ്റബിൾ മാർക്കർ വേണം. പിന്നെ ക്ലോണിംഗ് സൈറ്റ് വേണം. ക്ലോണിംഗ് സൈറ്റ് വേണം. ഓർക്കാമെങ്കിൽ ഇതും എഴുതി വെച്ചോ. കോപ്പി നമ്പർ. ഏതാ വേണ്ടേ? കോപ്പി നമ്പർ. ഈ 4 പ്രോപ്പർട്ടി ഉണ്ടെങ്കിലേ ഒരാൾ എന്താകുള്ളൂ? വെക്ടർ ആകുള്ളൂ. ഈ 4 പ്രോപ്പർട്ടി ഉണ്ടെങ്കിലേ ഒരാൾ വെക്ടർ ആകുള്ളൂ. എന്താണ് ടേം? ഡിഫൈൻ ദ ടേം ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഒന്നുമില്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലിലേക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു? RDNA ഇട്ട് കൊടുക്കുന്നു. RDNA ഒരു സെല്ലിലേക്ക് കയറുന്നു. കയറിക്കഴിഞ്ഞാൽ ആ സെല്ല് മാറുന്നു. RDNA ആ സെല്ലിൽ നേരത്തെ ഇല്ലാത്തൊരു സാധനമാണ്. എന്നാൽ ഒരു സെല്ലിലേക്ക്, എക്സാമ്പിൾ ബാക്ടീരിയ സെൽ എടുത്തോ, ഹോസ്റ്റ് സെൽ, ബാക്ടീരിയ സെല്ലിലേക്ക് നിങ്ങൾ RDNA ഇട്ട് കൊടുത്താൽ പിന്നെ ബാക്ടീരിയ അങ്ങ് മാറിപ്പോയി. ബാക്ടീരിയ മാറുന്നതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. എന്താ വിളിക്കുക? ട്രാൻസ്ഫോർമേഷൻ. എന്താ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻസേർഷൻ ഓഫ് RDNA into ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിലേക്ക് RDNA കയറ്റി വെക്കുന്നു. അത് മാത്രമല്ല, RDNA കയറ്റി വെച്ച കാരണം ആ സെല്ലിന്റെ ഫീനോടൈപ്പ് മാറും, ജീനോടൈപ്പ് മാറും. RDNA കയറ്റി വെച്ച കാരണം സെല്ലിന്റെ സ്വഭാവം ടോട്ടലി മാറും. അത് ഫീനോടൈപ്പും ജീനോടൈപ്പും രണ്ടും മാറും. ആ രണ്ടും മാറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ. ഒരു സെല്ലിലേക്ക് RDNA കയറ്റി വെക്കുന്നു, അപ്പൊ സെല്ലിന്റെ സ്വഭാവം മാറുന്നു. അതാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കേടാ, ഇതാണ് 3 പിരമിഡ്. ഏജ് പിരമിഡ്. എന്താ ഏജ് പിരമിഡ് എന്ന് പറഞ്ഞാൽ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വാട്ട് ഈസ് ഏജ് പിരമിഡ്? ഡെഫിനിഷൻസ് ആ മക്കളെ വരുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിഫറന്റ് ഏജ് ഗ്രൂപ്പ് in a population. Graphical representation of different age group in a population. സാറേ, ചില പോപ്പുലേഷൻ എടുക്കുമ്പോഴേ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ ബോക്സ് നല്ലപോലെ വലുതാക്കി വരയ്ക്കും. ചില പോപ്പുലേഷൻ എടുത്താലേ അവിടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പൊ അവന്റെ ബോക്സ് വലുതാക്കും, ബാക്കി രണ്ടും ചെറുതാക്കും. ചില പോപ്പുലേഷൻ എടുത്താലേ പ്രീ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണവും പോസ്റ്റ് റീപ്രൊഡക്റ്റീവിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓരോ പോപ്പുലേഷനിലും ഓരോ ഏജ് ഗ്രൂപ്പിന്റെ എണ്ണം ഡിഫറൻ്റ് ആണ്. ഓരോ പോപ്പുലേഷന്റെയും ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം വെച്ച് വരയ്ക്കുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഏജ് പിരമിഡുകൾ എന്ന് വിളിക്കുക. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിന്റെ പിരമിഡ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിന്റെ പിരമിഡ്. ഓക്കെ, ഇതിൽ ഏതാണ് സ്റ്റേബിൾ, ഏതാണ് എക്സ്പാൻഡിങ്, ഏതാണ് ഡിക്ലൈനിങ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. പോയി കണ്ടവർക്കറിയാം. മാർഗ്ഗ സുഖമായി കിട്ടിക്കാണും. ഈ കൊടുത്ത് ഞാൻ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യനുകൾ ഏതാ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തരാത്തൊക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ മറ്റേ ഡൈക്കോട്ട് മോണോക്കോട്ടിന്റെ ചിത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ പഠിപ്പിക്കാത്തതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചുമന്നതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതാ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ പ്രീയും പോസ്റ്റും സെയിം ആയിരിക്കണം. അതിന്റെ പേരാണ് സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം മാത്രം കൂടുതലാണെങ്കിൽ അതിന്റെ പേരാണ് മക്കളെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ. എന്നാൽ പ്രീ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം കൂടുതലാണെങ്കിലോ അതിന്റെ പേരാണ് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. എന്താ വിളിക്കുക? എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കുക. ഒരു പോപ്പുലേഷനിലെ പ്രീ റീപ്രൊഡക്റ്റീവ് ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ എന്താ? എക്സ്പാൻഡിങ് പോപ്പുലേഷൻ. പ്രീന്റെയും റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം സെയിം ആണെങ്കിൽ സ്റ്റേബിൾ പോപ്പുലേഷൻ. എന്നാൽ റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം കൂടുതലാണെങ്കിലോ അതാണ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഡെവലപ്മെന്റ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് കോട്ടൺ പ്ലാന്റ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകൾ വന്നപ്പം. നെയിം ദ ജനറ്റിക്കലി കോട്ടൺ പ്ലാന്റ് എക്സിബിറ്റ് ഇൻസെക്ട് റെസിസ്റ്റൻസ്. ഏത് കോട്ടൺ പ്ലാന്റിനാണ് ഇൻസെക്ടിനെതിരെ റെസിസ്റ്റൻസ് ഉള്ളത്? BT കോട്ടൺ ആണ് മക്കളെ. Write the source of insecticidal gene introduced in this crop. ഈ BT കോട്ടണിലേക്ക് കൊടുത്ത BT ക്രൈജീൻ ഉണ്ട്. ആ ക്രൈജീന്റെ സോഴ്സ് ഏതാണ് എന്നാണ് ചോദ്യം. സോഴ്സ് ഏതാ? Write the source of insecticidal gene from BT ബാക്ടീരിയ. BT ബാക്ടീരിയ ഉണ്ടല്ലോ,
ബാസില്ലസ് തുറിഞ്ചെനിസിസ് ബീറ്റി ബാക്ടീരിയയിൽ നിന്ന് എടുത്ത ക്രൈജീൻ ആണ് ഈ ഇൻസെക്ടിസൈഡിൽ പ്രോട്ടീൻ ഉണ്ടാക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ എക്സ്പ്രസ് ഇൻ ഇൻസെക്ടിസൈഡ് പ്രോട്ടീൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ? എന്താ മെക്കാനിസം ഓഫ് ആക്ഷനിൽ വരിക? നിങ്ങൾ എഴുതി വെച്ച് കാണുമല്ലോ. ഈ ക്രൈ പ്രോട്ടീനുകൾ എന്തു ചെയ്യും? മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽ, മിഡ്ഗട്ടിലുള്ള എപ്പിത്തീലിയൽ സെല്ലുണ്ടല്ലോ, എപ്പിത്തീലിയൽ സെല്ലുകളിൽ പോറുകൾ ഉണ്ടാക്കും, ഓട്ട ഉണ്ടാക്കും. പോഴ്സ് ഉണ്ടാക്കിയാൽ എന്താ പറ്റുക? വെള്ളം കയറി ആ സെല്ലുകൾ വീർക്കും. അതിൻ്റെ പേര് സ്വെല്ലിങ്. വീർത്ത് പൊട്ടും. അതിൻ്റെ പേരെന്താ? ലൈസിസ്. ക്രൈ പ്രോട്ടീൻ ആക്റ്റീവ് ആകും കേട്ടോ. ഇൻസെക്റ്റിനുള്ളിൽ കാണുമ്പോൾ എങ്ങനെ ആക്റ്റീവ് ആകുക? ആൽക്കലൈൻ കണ്ടീഷനിൽ വെച്ച് ആക്റ്റീവ് ആകാം. ആക്റ്റീവ് കഴിഞ്ഞാൽ മിഡ്ഗട്ട് എപ്പിത്തീലിയൽസിലെ സെല്ലുകളിൽ പോറുണ്ടാക്കും, ഓട്ട ഉണ്ടാക്കും. ഓട്ട വഴി വെള്ളം കയറും. അപ്പോൾ സെല്ല് വീർത്ത് വിട്ട് പൊട്ടും. അതിൻ്റെ പേര് ലൈസിസ്. എടാ, സെല്ല് പൊട്ടിയാൽ വയറ്റിലുള്ള എപ്പിത്തീലിയൽ സെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസെക്റ്റ് ജീവിക്കുമോ? ഇല്ല. ഇൻസെക്റ്റ് കൊന്നു. ഇൻസെക്റ്റ് പ്രോട്ടീനാൽ ചത്തു. ഇൻസെക്റ്റ് കില്ലായി. ഇതാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. ക്രൈ പ്രോട്ടീനുകൾ ഇൻസെക്റ്റിൻ്റെ ഗട്ടിലെ ആൽക്കലൈൻ കണ്ടീഷനിൽ ആക്റ്റീവായി എപ്പിത്തീലിയൽ സെൽസിൽ പോസ് ഉണ്ടാക്കി നേരെ എന്ത് ചെയ്തു? സ്വെല്ലായി, ലൈസിസായി, ഇൻസെക്റ്റ് ചത്തു. എങ്കിൽ പറയണം, റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസീനിക് ആനിമൽ. എന്തൊക്കെയാണ് ട്രാൻസീനിക് ആനിമൽസിന് ഇമ്പോർട്ടൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്തിൻ്റെ ഫീൽഡിൽ എന്തൊക്കെയാണ്? ട്രാൻസീനിക് ആനിമലിൽ ഹെൽത്തിന് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുക. നിങ്ങളത് ട്രാൻസീനിക് ആനിമൽസിൻ്റെ എല്ലാം എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തെ എന്താ ട്രാൻസീനിക് ആനിമലിൻ്റെ? ടു സ്റ്റഡി ഡിസീസ്. നിങ്ങൾക്ക് ഒരു അസുഖത്തെക്കുറിച്ച് പഠിക്കണം. ആ അസുഖത്തെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് മനുഷ്യന്മാരിൽ ജീൻ കൊടുക്കാൻ പറ്റില്ല. ട്രാൻസീനിക് ആനിമൽസിലേക്ക് ആ അസുഖം ഉണ്ടാക്കുന്ന ജീൻ കൊടുക്കുക. അപ്പോൾ ട്രാൻസീനിക് ആനിമൽസിൽ അസുഖം വരും. ആ അസുഖത്തെക്കുറിച്ച് ട്രാൻസീനിക് ആനിമൽസിൽ അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, ടു സ്റ്റഡി ഡിസീസ്. അടുത്തെന്താ മക്കളെ? ടു സ്റ്റഡി വാക്സിൻ ആൻഡ് കെമിക്കൽ സേഫ്റ്റി. വാക്സിൻ ആൻഡ് കെമിക്കൽ സേഫ്റ്റി. നിങ്ങൾ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. ആ വാക്സിൻ എത്രമാത്രം നല്ലതാണെന്നറിയാൻ നിങ്ങൾ നേരെ മനുഷ്യന്മാരിൽ കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ആ വാക്സിൻ എടുത്തിട്ട് ട്രാൻസീനിക് ആനിമൽസിന് കൊടുക്കുക. ട്രാൻസീനിക് ആനിമൽസിൽ ആ വാക്സിൻ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക. ഒരു കെമിക്കൽ നിങ്ങൾ കണ്ടുപിടിച്ചു. ആ കെമിക്കലിനെ നേരെ മനുഷ്യന്മാർക്ക് കൊടുത്തിട്ട് മനുഷ്യന്മാരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് പറയാൻ പറ്റുമോ? ചിലപ്പോൾ മനുഷ്യന്മാരിൽ ആ കെമിക്കൽ നല്ലതല്ലായിരിക്കും, മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. നേരെ നമ്മൾ ട്രാൻസീനിക് ആനിമൽസിന് കൊടുക്കും. ട്രാൻസീനിക് ആനിമൽസിൽ ആ കെമിക്കൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് നോക്കും. ഓക്കെ, അടുത്തെന്താ അറിയാമോ? അടുത്തെന്താ? ടു പ്രൊഡ്യൂസ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്. ചില പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൽഫ 1 ആൻറ്റിട്രിപ്സിൻ പോലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൽഫ ലാക്ട് ആൽബുമിൻ പോലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ബയോളജിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. എവിടെ നിന്ന് സാറേ? ബയോളജിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് വഴി? ട്രാൻസീനിക് ആനിമൽസ് വഴി. ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല മക്കളെ. ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ എവിടെ നടക്കുന്ന ആദ്യം പഠിച്ചോ. എവിടെ നടക്കുന്നറിയാമോ? ഗാലപ്പഗോസ് ഐലൻഡ്സിൽ രണ്ട് പേരുണ്ട്. ഒരാളുടെ പേരാണ് മക്കളെ അബിങ്ടൺ ടോട്ടോയ്സ്. അവളുടെ പേരെന്താ? അബിങ്ടൺ ടോട്ടോയ്സ്. രണ്ടാമത്തെ പേരെന്താ? ഗോട്ട്. ആടുകൾ. ഈ ടോട്ടോയ്സും ആടും വേണ്ടി എന്തിനു വേണ്ടിയാ കോമ്പറ്റീഷൻ നടത്തുന്ന അറിയാമോ? അവരുടെ കോമൺ ഫുഡ്, അതിന്റെ പേരെന്താ? ഗ്രാസസ്. അതിന്റെ കോമൺ ഫുഡ് എന്താ? ഗ്രാസസുകൾ. അബിങ്ടൺ ടോട്ടോയ്സുകളും ആട്ടിൻകുട്ടികളും കൂടെ ഗാലപ്പാഗോസ് ഐലൻഡിൽ പുല്ലിന് വേണ്ടി നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന കോമ്പറ്റീഷനാണ് മക്കളെ ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. എന്താണെന്നറിയാമോ? സാധാരണ കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞ കേട്ടോ, മനസ്സിലാക്കാൻ പാടാം. സാധാരണ കോമ്പറ്റീഷനിൽ ഇപ്പൊ 10 ആട്ടിൻകുട്ടി ഉണ്ട് കേട്ടോ. 10 ആട്ടിൻകുട്ടിയെ പിടിക്കാൻ ചെന്നായ്ക്കും പറ്റും, സിംഹത്തെയും പറ്റും. പക്ഷെ സുപ്പീരിയർ ആരാ? നല്ല കഴിവുള്ളവൻ ആരാ? സിംഹമായിരിക്കും അതിലൊരു 8 എണ്ണത്തെയും പിടിച്ചു തിന്നുക. ബാക്കി 2 എണ്ണത്തെ ചിലപ്പോൾ ചെന്നായ പിടിച്ചു തിന്നോളും. ഇൻഫീരിയർ ഓർഗാനിസം ആയതുകൊണ്ട് 10 എണ്ണത്തിൽ 8 എണ്ണത്തെ ഇവന് കിട്ടും, സുപ്പീരിയർ ആയതുകൊണ്ട് 2 എണ്ണത്തെ ചെന്നായ്ക്കും കിട്ടും. ഇതാണ് നമ്മുടെ നോർമൽ കോമ്പറ്റീഷൻ. ഇതിനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ കോമ്പറ്റീഷൻ എന്നാണ് വിളിക്കുക ഇതിനെ. ഇത് പഠിക്കുന്ന വേണ്ട, എൻട്രൻസിനാണ് പഠിക്കാനുള്ളത് പോട്ടെ. എന്നാൽ ഇന്റർഫറൻസ് കോമ്പറ്റീഷനിലെ പ്രത്യേകത എന്താണെന്നറിയാമോടാ? 10 ആട്ടിൻകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, അതിനെ തിന്നാൻ വേണ്ടി സിംഹവും വന്നു, ചെന്നായും എന്നിരിക്കട്ടെ. സിംഹം ഒരൊറ്റ എണ്ണത്തെ പോലും ചെന്നായ്ക്ക് കൊടുക്കില്ല. ഒരൊറ്റ ഫുഡിനെ പോലും തിന്നാൻ ചെന്നായ്ക്ക് കൊടുക്കില്ല. 10 ആട്ടിൻകുട്ടി ഉണ്ടെങ്കിൽ 10നെയും പിടിച്ചു തിന്നും. ആര്? സിംഹം.
ഇൻഫീരിയർ ഓർഗാനിസത്തിന് യാതൊരു തരത്തിലും റിസോഴ്സ് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരാണ് ഏത്? ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. ഇന്റർഫിയർ ചെയ്യുന്നു ഇൻഫീരിയർ ഓർഗാനിസത്തെ ഇന്റർഫിയർ ചെയ്യുന്നു, ഒന്നും തിന്നാൻ സമ്മതിക്കുന്നില്ല സുപ്പീരിയർ ഓർഗാനിസം. ഇതാണ് ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. NCERT പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ വിച്ച് ഫീഡിംഗ് എഫിഷ്യൻസി ഓഫ് വൺ ഓർഗാനിസം റെഡ്യൂസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ സുപ്പീരിയർ ഓർഗാനിസം. ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള കഴിവ് ഇൻഫീരിയർ ഓർഗാനിസത്തിന്റെ തിന്നാനുള്ള കഴിവ് കുറയും. ആര് കാരണം? സുപ്പീരിയർ ഓർഗാനിസം കാരണം. ഈവൻ ഇഫ് ദ റിസോഴ്സ് ഈസ് അൺലിമിറ്റഡ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് അൺലിമിറ്റഡ് ആണെങ്കിലും, ഫുഡ് അൺലിമിറ്റഡ് 100 ആട്ടിൻകുട്ടികളുണ്ട്, 100 ആട്ടിൻകുട്ടികൾ ഉണ്ടെങ്കിലും ഒരെണ്ണത്തെ പോലും സിംഹം ചെന്നായനെ കൊണ്ട് കഴിക്കാൻ തുടിപ്പിക്കില്ല, ഒരെണ്ണം പോലും സിംഹം ചെന്നായ്ക്ക് കൊടുക്കില്ല എങ്കിൽ അത് ഇന്റർഫറൻസ് കോമ്പറ്റീഷനാ. എന്നാൽ എക്സ്പ്ലോയിറ്റേഷൻ കോമ്പറ്റീഷൻ എന്താ? ആ 100 എണ്ണത്തിൽ ഒരു 80 എണ്ണത്തെ സിംഹം തിന്നും, ബാക്കി 20 എണ്ണത്തെ സിംഹം ആർക്ക് കൊടുക്കും? ഇൻഫീരിയർ ഓർഗാനിസത്തിന് കൊടുത്തേക്കും. ഇൻഫീരിയർ ഓർഗാനിസം ആ 20 എണ്ണത്തെ വെച്ച് പതുക്കെ അവിടെ ജീവിച്ചോളും. ഇതാണ് ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. ഒരു ഓർഗാനിസത്തിന്റെ ഫീഡിംഗ് എഫിഷ്യൻസി മറ്റൊരു ഓർഗാനിസത്തിന്റെ പ്രസൻസിൽ കുറയുന്നു. ചെന്നായന്റെ തിന്നാനുള്ള കഴിവ് സിംഹത്തിന്റെ പ്രസൻസിൽ കുറയുന്നു. ഇഫ് ദ റിസോഴ്സ് ഈസ് അൺലിമിറ്റഡ്. റിസോഴ്സ് അൺലിമിറ്റഡ് ആണെങ്കിലും കുറയൂട്ടോ, ലിമിറ്റഡ് ആണെങ്കിലും അൺലിമിറ്റഡ് ആണെങ്കിലും സിംഹം തിന്നാൻ അനുവദിക്കില്ല, ഒരു ആട്ടുംകുട്ടിനെ പോലും തിന്നാൻ അനുവദിക്കില്ല. ഇതാണ് ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. കോമ്പറ്റേറ്റീവ് റിലീസ് എന്താ? ഞാൻ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? ഗോസിന്റെ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ, കോമ്പറ്റേറ്റീവ് റിലീസ് കോണലിന്റെ, മാർക്കാർത്തന്റെ റിസോഴ്സ് പാർട്ടീഷനിങ്. ഈ 3 എണ്ണത്തിൽ ഈ വട്ടം വരുന്നത് കോണലിന്റെ കോമ്പറ്റേറ്റീവ് റിലീസ് ആണ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വന്നു മക്കളെ, വന്നു. എന്താ കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് പറഞ്ഞാൽ? കോമ്പറ്റീഷനെ എങ്ങനെ ഇല്ലാതാക്കാം, റിലീസാക്കാം, കോമ്പറ്റീഷനെ എങ്ങനെ ഒഴിവാക്കാം? ബൈ റിമൂവിങ് സുപ്പീരിയർ ഓർഗാനിസം. ആരാണോ കഴിവ് കൂടിയ ഓർഗാനിസം, ആ കഴിവ് കൂടിയ ഓർഗാനിസത്തെ ആ റീജിയനിൽ നിന്ന് ഒഴിവാക്കിയാൽ അവിടെ കോമ്പറ്റീഷൻ ഇല്ലാതെയാകും. കോമ്പറ്റീഷൻ എങ്ങനെ ഒഴിവാക്കാം? ബൈ റിമൂവിങ് സുപ്പീരിയർ ഓർഗാനിസം ഫ്രം ദാറ്റ് ഏരിയ. ഇൻഫീരിയറും സുപ്പീരിയർ ഒരുമിച്ചിരിക്കുമ്പോഴാണ് പ്രശ്നം. സുപ്പീരിയറിനെ എടുത്തു മാറ്റി, പിന്നെ കോമ്പറ്റീഷൻ അവിടെ നടക്കില്ല. എക്സാമ്പിൾ ബലാനസ് ആൻഡ് കാറ്റമാലസ് ഇൻഫീരിയറും ബലാനസ് സുപ്പീരിയറാ. കോമ്പറ്റീഷൻ ഇവർക്കിടയിൽ കുറയ്ക്കണമെങ്കിൽ ബലാനസിനെ എടുത്തങ്ങ് മാറ്റിയാൽ മതി. എക്സ്പാൻഡിങ് GESC നമ്മുടെ ഷോർട്സിൽ ഉണ്ടായിരുന്നു ഇത് കേട്ടോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ, GMO എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇതേതാ മക്കളെ? ഈ ടെക്നിക്ക് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് അറിയാലോ. സേ ദ പ്രിൻസിപ്പിൾ ബിഗൈൻ ദിസ് ടെക്നിക്ക്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നറിയാമോ? ഇതിന്റെ പ്രിൻസിപ്പിൾ ഇതാദ്യം ഇതെന്തിനു ഉപയോഗിക്കുക? ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദ്യം വന്നാൽ ഇറ്റ് ഈസ് എ സീവിങ് പ്രോപ്പർട്ടി ഓഫ് DNA കഷ്ണത്തിന്റെ സീവിങ് പ്രോപ്പർട്ടി ബേസ്ഡ് ആണ് ഇത് നടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് അറിയാമോ? അഗ്രോസ് ജെല്ലിന്റെ ഇടയ്ക്ക് കുറെ ഓട്ടകളുണ്ട്. ഈ ഓട്ടയ്ക്ക് ഇടയ്ക്കൂടെ DNA കഷ്ണത്തിന് ഓടാൻ കഴിവുണ്ട്. ഈ ഓടാനുള്ള കഴിവിന്റെ പേരാ സീവിങ് പ്രോപ്പർട്ടി എന്നാ വിളിക്കുക. സീവിങ് പ്രോപ്പർട്ടി, DNA കഷ്ണങ്ങളുടെ ഓടാനുള്ള പ്രോപ്പർട്ടി, സീവിങ് പ്രോപ്പർട്ടിനെ ചെക്ക് ചെയ്യുന്നതാണ്. സീവിങ് പ്രോപ്പർട്ടി ബേസ്ഡ് ആണ് എന്ത് നടക്കുക? അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് നടക്കുക. ഈ ചെയ്ത പ്രിൻസിപ്പിളാ ചോദിച്ചേക്കുന്നത്, അല്ലാതെ ഈ ടെക്നിക്ക് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചില്ല. ഈ ടെക്നിക്ക് സ്മോൾ ഫ്രാഗ്മെന്റ് ആണോ ലാർജ് ഫ്രാഗ്മെന്റ് ആണോ ഫീൽഡിൽ നിന്ന് ചോദിച്ചിട്ടില്ല. DNA കഷ്ണങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യും ചോദിച്ചിട്ടില്ല. എങ്ങനെയാണ് എലൂഷൻ എന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചെന്താ? അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിന്റെ പ്രിൻസിപ്പിൾ എന്താ പ്രിൻസിപ്പിള്? അഗ്രോസ് ജെല്ലിന്റെ ഇടയ്ക്ക് കുറെ ഓട്ടകളുണ്ട്. ഈ ഓട്ടന്റെ ഇടയ്ക്കൂടെ DNA കഷ്ണങ്ങൾ ഓടും. ഈ ഓടാനുള്ള കഴിവിന്റെ പേരാ സീവിങ് പ്രോപ്പർട്ടി. ഈ സീവിങ് പ്രോപ്പർട്ടിയാണ്, ആ സീവിങ് പ്രോപ്പർട്ടിന്റെ ബേസിലാണ് ഇവിടെ അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി നമ്മൾ DNA കഷ്ണങ്ങളെ സെപ്പറേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സീവിങ് പ്രോപ്പർട്ടി ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. പറ. മെൻഷൻ ദാറ്റ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആ മക്കളെ. PCR 3 സ്റ്റെപ്പ് ഏതൊക്കെ? ഡിനാച്ചുറേഷൻ ഉണ്ടടാ. ഡിനാച്ചുറേഷൻ സ്പെല്ലിംഗ് ഒക്കെ നോക്കണം കേട്ടോ.
അനലിങ് ഉണ്ട് മക്കളെ. മൂന്നാമത്തത് എന്താ? എക്സ്റ്റൻഷൻ, ഡിനാച്ചുറേഷൻ, അനലിങ്, എക്സ്റ്റൻഷൻ. 3 സ്റ്റെപ്പുകളായി. നെയിം ദ എൻസൈം യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഇതിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെ ഒരു DNA ഉണ്ടാക്കാൻ കഴിവുള്ള എൻസൈം ഉപയോഗിക്കും. അതിന്റെ പേരാണ് ടോപ്പ് പോളിമറൈസ്. അതിന്റെ പേരെന്താ? കാണുന്നില്ലല്ലേ? അതിന്റെ പേരാണ് ടാക്ക് പോളിമറൈസ്. അതിന്റെ പേരെന്താ? ടാക്ക് പോളിമറൈസ്. എക്സ്റ്റൻഷൻ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന DNA പോളിമറൈസിന്റെ പേരെന്താ? ടാക്ക് പോളിമറൈസ് എന്നാ വിളിക്കുന്നത്. റീസൺ ഫോർ ദിസ് എൻസൈം, ഈ എൻസൈം ഉപയോഗിക്കാൻ കാരണം എന്താ? സേ ദ റീസൺ ഫോർ യൂസിങ് എ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഈ എക്സ്റ്റൻഷൻ നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആരാ? ടോപ്പ് പോളിമറൈസിനെയാ. ടോപ്പ് പോളിമറൈസിനെ ഉപയോഗിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, ഈ എക്സ്റ്റൻഷൻ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ എക്സ്റ്റൻഷൻ സ്റ്റെപ്പ് നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. എക്സ്റ്റൻഷൻ സ്റ്റെപ്പ് നടക്കുന്നതോ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുക. ഹൈ ടെമ്പറേച്ചർ നടക്കുന്ന സ്റ്റെപ്പിൽ ഉപയോഗിക്കേണ്ട എൻസൈമും എന്തായിരിക്കണം? ടെമ്പറേച്ചറിനെ സ്റ്റാൻഡ് ചെയ്യുന്നതായിരിക്കണം, തെർമോസ്റ്റേബിൾ എൻസൈം ആയിരിക്കണം. അപ്പൊ എന്തുകൊണ്ടാ സാറേ ഈ സ്റ്റെപ്പിൽ തെർമോസ്റ്റേബിൾ എൻസൈം ഉപയോഗിക്കാൻ കാരണം? എക്സ്റ്റൻഷൻ സ്റ്റെപ്പിൽ ടോപ്പ് പോളിമറൈസ് ഉപയോഗിച്ചു. ടോപ്പ് പോളിമറൈസ് എന്താ? ടെമ്പറേച്ചറിനെ എതിർത്ത് നിൽക്കുന്ന എൻസൈമാ. തെർമോസ്റ്റേബിൾ, ടെമ്പറേച്ചറിലും സ്റ്റേബിൾ ആയി നിൽക്കുന്ന എൻസൈമാ. ഇതിന് ഉപയോഗിക്കാൻ കാരണം എന്താ? ഈ തെർമോസ്റ്റേബിൾ എൻസൈമിന് ഉപയോഗിക്കാൻ കാരണം എന്താ? കാരണം എക്സ്റ്റൻഷൻ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. എക്സ്റ്റൻഷൻ കുറെ ടെമ്പറേച്ചറിലാണ് നടക്കുക. അപ്പൊ ആ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന എൻസൈമും എന്താ? ഹൈ ടെമ്പറേച്ചറിനെ സ്റ്റാൻഡ് ചെയ്യുന്ന ആളായിരിക്കണം, തെർമോസ്റ്റേബിൾ ആയിരിക്കണം. മനസ്സിലായോ? അടുത്ത് നോക്കൂ മക്കളെ. ഇത് R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. നമ്മൾ കുറെ വട്ടം ചെയ്ത ക്വസ്റ്റ്യനാ. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. K എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? K എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരിയിങ് കപ്പാസിറ്റിയാണ് K എന്ന് പറഞ്ഞാൽ. R എന്താ? മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് R. ഇവിടെ തന്നെ കിട്ടും മക്കളെ. dN/dt ഈക്വൽ ടു R ഇൻറ്റു N അല്ലേ? R ഇൻറ്റു N. R വാല്യൂ കൂടിയാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും മക്കളെ. അപ്പോൾ R വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? R വാല്യൂ കൂടുമ്പം 2 കാര്യങ്ങൾ കൂടും. ഓർത്ത് വെച്ചോ. R വാല്യൂ കൂടിയാൽ റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള കഴിവ് കൂടും എന്നാ പറയാ. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കൂടും. ആറിന്റെ വാല്യൂ കൂടിയാൽ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കൂടും. ആറിന്റെ വാല്യൂ കൂടിയാൽ ആ പോപ്പുലേഷനിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. എടാ, റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കൂടുമ്പോൾ എന്താ? കുറെ ആൾക്കാരുണ്ടാകും. കുറെ ആൾക്കാരുണ്ടായാലോ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. ഓക്കെ അല്ലേ? പോപ്പുലേഷനിലെ ആൾക്കാർ എണ്ണല്ലേ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പൊ R വാല്യൂവിന്റെ പ്രത്യേകത എന്താ? R വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ബർത്ത് മൈനസ് ഡെത്ത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? R വാല്യൂ കൂടിയാൽ ഒരു ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കൂടും. അപ്പൊ ഓർഗാനിസം കുറെ കുട്ടികളെ ഉണ്ടാക്കും. അപ്പൊ പോപ്പുലേഷനിലെ ആൾക്കാരുടെ എണ്ണം കൂടും. അപ്പൊ പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഇൻക്രീസ് ചെയ്യും. R വാല്യൂ 2 സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇറ്റ് ഇൻക്രീസസ് വിത്ത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്, ഇറ്റ് ഇൻക്രീസസ് വിത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇത് ഇൻക്രീസ് ചെയ്താൽ ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഏതൊക്കെ? എയും ബിയും. എ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്, ബി എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് അല്ലെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. എക്സ്പ്ലാന്റ് എന്താ മക്കളെ? ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് പാർട്ട് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറിൽ ഏത് പ്ലാന്റ് പാർട്ടാണോ ഉപയോഗിക്കുക അതിന്റെ പേരാണ് എക്സ്പ്ലാന്റ്. ടോട്ടിപ്പൊട്ടൻസി എന്താ? ഈ എക്സ്പ്ലാന്റിന് വലിയ പ്ലാന്റ് ആകാൻ ഒരു കഴിവുണ്ട്. ഈ കഴിവിന്റെ പേരാ ടോട്ടിപ്പൊട്ടൻസി. ഇന്നലത്തെ രാത്രിയിൽ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഈ ടേമുകളൊക്കെ ഡിഫൈൻ ചെയ്യാൻ. എക്സ്പ്ലാന്റ് എന്താ? ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് കഷ്ണം. എന്താ ടോട്ടിപ്പൊട്ടൻസി? ഈ ചെറിയ എക്സ്പ്ലാന്റിൽ നിന്ന് വലിയ പ്ലാന്റ് ഉണ്ടാകും. ഈ എക്സ്പ്ലാന്റിന് വലിയ പ്ലാന്റ് ആകാൻ ഒരു എബിലിറ്റി ഉണ്ട്. എബിലിറ്റി ഓഫ് എക്സ്പ്ലാന്റ് ടു ഫോം എ ന്യൂ പ്ലാന്റ്, എ ലാർജ് പ്ലാന്റ് ഓർ മെച്യൂർ പ്ലാന്റ്. ഒരു എക്സ്പ്ലാന്റിന് വലിയ പ്ലാന്റ് ആകാൻ ഒരു കഴിവുണ്ട്. അതിന്റെ പേരാണ് ഇത് ടോട്ടിപ്പൊട്ടൻസി എന്ന് വിളിക്കുക. എന്താ സോമോക്ലോൺസ് എന്ന് പറഞ്ഞാൽ? സോമക്ലോൺസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാകുന്ന പുതിയ പ്ലാന്റുകളെ വിളിക്കുന്ന പേരാണ് സോമക്ലോൺസ്. സോമക്ലോൺസ് എന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? ഉണ്ടായ പുതിയ പ്ലാന്റുകൾ പഴയ പേരന്റ് പ്ലാന്റിനോട് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് കഷ്ണം. എന്താ ടോട്ടിപ്പൊട്ടൻസി? ഈ പ്ലാന്റ് കഷ്ണത്തിന് വലിയ പ്ലാന്റ് ആകാൻ കഴിവുണ്ട്. ആ കഴിവാണ് ടോട്ടിപ്പൊട്ടൻസി. എന്താ സോമക്ലോൺസ്? ടിഷ്യൂ കൾച്ചർ വഴി നിങ്ങൾ ആയിരക്കണക്കിന് പ്ലാന്റ് ഉണ്ടാക്കും. ടിഷ്യൂ കൾച്ചർ വഴി നിങ്ങൾ ആയിരക്കണക്കിന് പ്ലാന്റ് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഈ
ആയിരക്കണക്കിന് പ്ലാന്റുകളും അതിൻ്റെ ഒറിജിനൽ പേരന്റ് പ്ലാന്റിനോട് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. പേരന്റ് പ്ലാന്റിനോട് ജനറ്റിക്കലി സിമിലർ ആയതുകൊണ്ട് ന്യൂലി ഫോം ചെയ്ത പ്ലാന്റുകളെ വിളിക്കുന്ന പേരാ സോമാക്ലോൺ. സോമാക്ലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കുന്ന പുത്തൻ പ്ലാന്റിന് വേറൊരു പേരാ. എന്തുകൊണ്ട് അവരെ സോമാക്ലോൺ എന്ന് വിളിക്കാൻ കാരണം അവരവരുടെ പേരന്റ്, അവരുടെ അമ്മ അച്ഛനോട് സിമിലർ ആയിരിക്കും. ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ഫങ്ഷണലി അല്ല, ജനറ്റിക്കലി സിമിലർ ആയതുകൊണ്ടാണ് സോമാക്ലോൺസ് എന്ന് വിളിക്കുന്നത്. എന്താ സാറേ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഫങ്ഷണൽ മെഗാസ്പോർ. ഞാൻ ഇന്ന് രാവിലെ പഠിപ്പിച്ചതാ. ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് ആണ് മക്കളെ മെച്വർ എംബ്രിയോസാക്ക് ഉണ്ടാകുക. ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് ആദ്യം ഒരു മൈറ്റോസിസ്, പിന്നെ 2, 3, അവസാന സൈറ്റോകൈനസിസ് കൂടെ നടന്ന മെച്വർ എംബ്രിയോസാക്ക് ഉണ്ടാകുക. ഒരു ചെറിയ ഫങ്ഷണൽ മെഗാസ്പോറിന് മെച്വർ എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? മോണോസ്പോറിക് ഡെവലപ്മെന്റ്. ഒറ്റ സ്പോറിൽ നിന്നുള്ള ഡെവലപ്മെന്റ് എന്നാണ് വിളിക്കുക. നെയിം ദ സെൽസ് ഇൻ ചലാസെൽ എൻ. ചലാസെൽ എൻഡിൽ ഇരിക്കുന്ന സെല്ലുകൾ ആരാ? ചലാസെൽ എൻഡിൽ ഇരിക്കുന്ന സെല്ലുകളുടെ പേരാണ് ആന്റിപോഡൽ. മൈക്രോപൈലിൽ അവിടെ ഇരിക്കുന്ന സെല്ലുകളുടെ പേരാണ് എഗും സിനർജിച്ചും എന്ന് വിളിക്കുക. ആന്റിപോഡൽസ് നോർത്താ മതി. നെയിം ദ സെൽ വിച്ച് സെൽ ഇൻറ്റു വിച്ച് പോളൻ ട്യൂബ് എൻഡേഴ്സ്. നെയിം ദ സെൽ ഇൻറ്റു വിച്ച് പോളൻ ട്യൂബ് എൻഡേഴ്സ്. പോളൻ ട്യൂബ് ഏത് സെല്ലിലേക്കാണ് എൻ്റർ ചെയ്യുക? പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്ന സെല്ലുകളുടെ പേരാണ് സിനർജിഡ്. ഞാൻ ഇന്ന് രാവിലെ കൂടെ പഠിപ്പിച്ചതാ. ഫില്ലിഫോം അപ്പാർട്ടിസിന്റെ പണി എന്താ? ഗൈഡ് പോളൻ ട്യൂബ് ഇൻറ്റു സിനർജിഡ്. ഗൈഡ് പോളൻ ട്യൂബ് ഇൻറ്റു സിനർജിഡ്. പോളൻ ട്യൂബ് ഏത് സെല്ലിലേക്കാണ് കയറുക? സിനർജിസിലേക്കാണ് കയറുക. നല്ല ക്വസ്റ്റ്യൻസ് കേട്ടോ. ആക്ച്വലി മൈ ഒപ്പീനിയൻ എല്ലാം ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും, പക്ഷേ കറക്റ്റ് ഉത്തരം എഴുതാൻ പാടായിരിക്കും. നല്ല കൺസെപ്റ്റ് ബേസ് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ. ഇട്ടവൻ്റെ തലയിൽ ഓളമുള്ളതാണ് മക്കളെ. ഇട്ടത് ഏത് മാഷാണെങ്കിലും തലയിൽ ഓളമുള്ള മാഷാണ്. ആലോചിച്ചാലേ കിട്ടുള്ളൂ. ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ്റെ ലിമിറ്റേഷൻ ചോദിച്ചപ്പോഴേ മനസ്സിലായി. എൻട്രൻസുമായിട്ട് കുറച്ച് ബന്ധമുള്ള മാഷാണ് മക്കളെ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടോ. ഒന്ന് മെൻഷൻ ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അടുത്ത എക്സാമിൽ ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. മനസ്സിലാക്കുക, അടുത്ത എക്സാമിൽ എന്താണ് പിഴവ് ഇതിൽ നിന്നിപ്പോൾ എന്താ മനസ്സിലായേ? ഡെഫിനിഷൻസ് വൃത്തിക്ക് പഠിക്കണം. രണ്ടാമത്തെ എന്താ മക്കളെ? ഡെഫിനിഷൻസ് വൃത്തിക്ക് പഠിക്കണം. പിന്നെന്താ NCERT നല്ല പോലെ വായിക്കണം. ഏത് ലൈനിൽ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. ഇതിനിപ്പോൾ എന്ത് മനസ്സിലായി എന്നറിയാം. ഞാൻ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മക്കളെ? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 മാർക്കിൻ്റെ ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 3 മാർക്ക്. ഇതൊക്കെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാ. 3 മാർക്കായി. 3 ഇവിടെ എത്രയായി? 6 ഇവിടെ എത്രയായി? 9 ഇവിടെ എത്രയായി? 12 12ആയി. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 12 12 12 12 ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? 12 ഇത് ഞാൻ 1 കൂട്ടുന്നുള്ളൂ കേട്ടോ. 12 13 കൂട്ടും. കാരണം ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. കേട്ടോ. എന്താണ് ഇതിൻ്റെ ഉപയോഗം, വിഷ്വലൈസ് മെത്തേഡ്, അതൊക്കെ പഠിപ്പിച്ചു. പ്രിൻസിപ്പിൾ എന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. 3 6 9 12 12 13 13 ഇതിന് 2 കിട്ടും. ഇതിൻ്റെ 2 മാർക്കും കിട്ടും. 13 2 15 13 2 എന്തായി മക്കളെ? 15ആയി. ഇതെന്താ? ഇതിലൊന്നേ ഞാൻ പഠിപ്പിച്ചുള്ളൂ. അപ്പം എന്താ? 16 വന്നു. ഇതിലെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 16 2 18. ഇതിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 18 2 20 20ഉം 2ഉം 22 ഇതിലൊന്നേ ഞാൻ പഠിപ്പിച്ചുള്ളൂ. ഇത് ഞാൻ പഠിപ്പിച്ചില്ല. 23 ഇതിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 25 ഇത് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. 25 ഇതിലെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. അപ്പം എന്താ? 27 ഇതിലെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. 28 ഇപ്പം തന്നെ 28 ആയിട്ടോ. 28 ഇതെത്ര? ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതാ. 28 29 30 31 ഇത് ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യൻ. പണ്ട് ലൈവൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 31. പിന്നെ ഏതാ? 32 മാർക്ക്. 40 ഈ എക്സാമിന് നിങ്ങൾക്ക് 32 മാർക്ക് സ്കോർ ചെയ്യാം. എ പ്ലസിന് വെറും എന്തു മതി? 26 മാർക്ക് മതി. K+ കടന്നു പോയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും കേട്ടോ, അതറിയാലോ. ഇത് ഞാൻ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യനുകളുണ്ട് മക്കളെ. ഇത് ഞാൻ വൃത്തിക്ക് പഠിപ്പിക്കാത്തതാ കേട്ടോ. 1 1 1 2 3 4 4 5 6
ഈ 6 ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കാത്തതാ, 6 ക്വസ്റ്റ്യൻ ഞാൻ വൃത്തിക്ക് പഠിപ്പിക്കാത്തതാ. അല്ലത്തെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 32 മാർക്ക് കിട്ടും. പഠിപ്പിക്കാത്തതെന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ്. വിഷമിക്കണ്ട. മിസ്റ്റേക്കുകൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക, അടുത്ത എക്സാമിൽ തിരുത്താൻ ശ്രമിക്കുക. ഇതാ ജീവിതം. ഈ എക്സാം കൊണ്ടൊന്നും തീരാൻ പോണില്ല മക്കളെ. അടുത്ത മെയിൻ എക്സാമിൽ എന്താണോ മിസ്റ്റേക്ക് അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അടുത്ത എക്സാം നല്ല പോലെ ആകട്ടെ. നാളത്തെ എക്സാം ഏതാ? മാത്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ കൂട്ടി ഒന്ന് മെൻഷൻ ചെയ്തോ, ഒന്ന് പറഞ്ഞോ. ഒരു കുഴപ്പമില്ല, ഒരു മാർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സമയം ഉണ്ടടാ. ഞാൻ കൂടെ പഠിച്ചേക്കണേടാ.